നല്ലത് എൻ്റർടൈനറാണ്. നല്ല മെസ്സേജ് ഉണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ ഒരു സെക്കൻഡ് ഹാഫ് തകർത്തുണ്ട്. അനശ്വരാജ് സ്റ്റണ്ടും എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട് പോകണം. നല്ലത് എൻ്റർടൈനറാണ്. ഫാൻറ്റസി അല്ല, കോമഡി ത്രില്ലർ. കുറച്ച് ഫാൻറ്റസി ഉണ്ട്, കോമഡി ത്രില്ലറാണ്. നല്ല പടമാണ്. എല്ലാം തിയേറ്ററിൽ കാണുക. ഒരു ഫാമിലി എൻ്റർടൈനറാണ്. യാതൊരു വർക്കായിട്ട് വരുന്നില്ല. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? പടം അടിപൊളിയായിട്ട്, അടിപൊളി എൻ്റർടൈനറാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചിരിക്കാനുണ്ട്. BGM ഒക്കെ അടിപൊളിയാണ്. കണ്ടിരിക്കുക, അടിപൊളി. ഒന്നും പറയാം. ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി കേട്ടോ. ഒരു ഫാന്റസി മൂഡിൽ അവിടെ പോകുന്നത്. ഒരു പുണ്യാളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു പടം പോകുന്നു. അർജുൻ അശോകൻ നന്നായിട്ടുണ്ട്. അർജുൻ അശോകൻ വരുന്നവരെ പടം ഒരു സ്പീഡപ്പ് ആവും. പിന്നെ നമ്മുടെ അനശ്വര നല്ല റോള് കിട്ടുന്നത്. അനശ്വരയ്ക്ക് ഇന്നലെ ഇന്നുമായിട്ട് 2 മികച്ച റോളുകൾ കിട്ടിയിട്ടുണ്ട്. നല്ല സിനിമ കേട്ടോ. ബാലവർഗീസ് നല്ലതാണ്. നല്ല ബാലവർഗീസിനെ വെച്ചാണ് പടം തുടങ്ങുന്നത്. ഒരു അർജുൻ അശോകൻ വരുന്നതാണ് പടം ഒരു ഗുമ്മായി. നല്ലൊരു സിനിമ. അനശ്വരയും നന്നായിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കളറിങ്ങും എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കുഴപ്പമില്ല ഫാമിലി. എനിക്കിഷ്ടപ്പെട്ട നമ്മുടെ പുണ്യാളൻ സിനിമയാണ് കണ്ടിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാലവർഗീസിൻ്റെ ആണെങ്കിലും ഒരു അച്ഛനൊക്കെ ആയിട്ടുള്ള വന്ന റോളാണ്. പിന്നെ അർജുൻ അശോകൻ ഒരു കള്ളൻ്റെ വേഷമൊക്കെ ആയിട്ട് വന്നു. അനശ്വരരാജിൻ്റെ ഫൈറ്റ് അടിപൊളിയായിരുന്നു. പിന്നെ അടിപൊളിയായിട്ട് ഒരു BGM മ്യൂസിക്കൊക്കെ കയറ്റിയിട്ടുണ്ട്. അത് നല്ല പൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഡയറക്ഷൻ എല്ലാം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറയാനായിട്ട് ഞാനത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കായംകുളം കൊച്ചിൻ്റെ നോവൽ പണ്ട് വായിച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ല ഓർമ്മ വന്നു. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതുപോലെ ഒരു കള്ളൻ്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. ഇനി അതൊക്കെ കണ്ട് എല്ലാവരും മനസ്സിലാക്കട്ടെ. ഓക്കെ, മോനോട് അഭിനയിക്കാൻ ചെറിയ പടത്തിലുണ്ട്. എല്ലാരും അല്ല അഭിനയിച്ച നമസ്കാരം. അപ്പോൾ ഇന്ന് സ്വന്തം പുള്ളിയോട് കണ്ടിറങ്ങിയിരിക്കുകയാണ്. ചിരിച്ച് ചിരിച്ച് നമുക്കൊരു വൈബായിട്ടുള്ളൊരു പോപ്കോൺ മൂവിയാണ്. കാരണം നല്ല വെറൈറ്റി ആയിട്ടുള്ള ജോണറാണ്. കാരണം റോമൻസ് വിശുദ്ധൻ എന്ന സിനിമയ്ക്കും പിന്നെ എന്താ പ്രാഞ്ചേട്ടൻ എന്ന സെയിന്റ് എന്ന സിനിമയ്ക്ക് ശേഷം നല്ലൊരു പള്ളി അറ്റ്മോസ്ഫിയർ കാണാൻ പറ്റിയ ഒരു പ്രൈസിന്റെ കഥ പറഞ്ഞ സിനിമയാണ്. ബാലവർഗീസിന്റെ കഥാപാത്രം തീർത്ത് വ്യത്യസ്തമായ കഥാപാത്രം. കഥ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നല്ലൊരു ഇത് ഫൺ ബേസ്ഡുള്ള ഫാന്റസി എന്റർടൈൻമെന്റ് സിനിമയാണ്. ലോജിക്കായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. കഥയിൽ വലിയൊരു ലോജിക്കില്ല. പക്ഷേ എങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ലോജിക്കുണ്ട്. കാരണം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലോജിക്കാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം റോമൻസ് ഇഷ്ടപ്പെടുന്നവർക്കും വിശുദ്ധൻ ഇഷ്ടപ്പെടുന്നവർക്കും ധൈര്യമായിട്ടും എൻഗേജ് കാണാൻ പറ്റും. കാരണം അനശ്വരരാജ് ചേച്ചിയൊക്കെ ഗംഭീരമായിട്ട് ഫൈറ്റ് സീക്വൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടുകളാണെങ്കിലും BGM ആണെങ്കിലും സൗമിക് സിംഗ് കൊടുക്കുകയാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും സനീഷേട്ടനും കളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. നമ്മുടെ ഫിലിം കോർഡിനേറ്റർ സനീഷേട്ടൻ കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിഷ്ണു കൊച്ചിക്കാരനൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ത്രൂ ഔട്ടായിട്ട് ബാലവർഗീസിൻ്റെയൊക്കെ പെർഫോമൻസ് ഹൈ ലെവലാണെന്ന് തന്നെ പറയാം. കാരണം എൻ്റെ കൂട്ടുകാരൊന്നും ഇതിലില്ല. കാരണം കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എൻഗേജിങ് ഒരു സീറ്റ് ചിത്രം നോക്കുമ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു നിഗൂഢത എന്ന് പറഞ്ഞൊരു ഫാന്റസി ഹൊറർ മൂഡിൽ ആണ് ഒരുക്കിയിരിക്കുന്നത്. ആ BGM ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് പേടിക്കും നമ്മൾ. കാരണം ഒരു കുട്ടികൾ ടൈപ്പ് മൂവിയാണ്. ഒരു കുട്ടികളായിട്ട് ധൈര്യമായിട്ട് ചിൽഡ്രൻസ് ആയിട്ട് വന്ന് കാണേണ്ട ഒരു വൈബ്, ഒരു ചെറിയൊരു പോപ്കോൺ മൂവി എന്ന് പറയാം. പോപ്കോൺ വിഷ് പടം കാണാം. കാരണം ചിരിച്ച് നമുക്ക് കൈയടിക്കാൻ തോന്നും. അപ്പം അത്ര നല്ല പെർഫോമൻസ് ആണ്. ഇതിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ അത് ഫോക്കസ് കാണിച്ചിട്ടുണ്ട്. മനോഹരമായിട്ട്
കാരണം കുറേ പേര് ജൂനിയർ ആർട്ടിസ്റ്റുകളെ കാണിക്കാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ഒരുപാട് പേരെ ഫോക്കസ് ചെയ്ത് ബ്ലർ അല്ലാതെ കാണിച്ചേക്കണം കുറേ പേര്. ചിരി ഒരു രക്ഷയില്ല. മരണമാസം പുള്ളി മരണമാസം ശരിയല്ലേ, കാരണം പുള്ളിയുടെ കൂട്ടുകാരനല്ല, അറിയില്ല. പുള്ളി മറ്റേ നമ്മുടെ ഈ പടത്തിൽ അഭിനയിച്ചാറില്ല, മറ്റേ നാദൃശ്വര പടവില്, മറ്റേ കൊച്ചി കോൺസെപ്റ്റ് കൊച്ചിയിൽ അഭിനയിച്ചത്. അപ്പൊ പുള്ളിനെ കണ്ടതല്ല. പുള്ളി നല്ലൊരു ആക്ടറാണ്. കാരണം ഓരോ നേരത്തെ ഒരു പടം കയറിയ പുള്ളിയുടെ കണ്ടിരുന്നു കഴിഞ്ഞ വർഷം. ഞാൻ കാണുമ്പോൾ പറയാനുണ്ടല്ലോ, പൂജക്കൊക്കെ പോകുമ്പോൾ പറയാനുണ്ടല്ലോ ആക്ടിങ് കുറിച്ച് പഠിക്കാനുണ്ടെന്ന് പറയാനുണ്ട്. ഇനി പഠിക്കാനുണ്ട്, കാരണം തെളിച്ചോണ്ടിരിക്കുന്നേ ഓരോ മോഡുലേഷൻ ഓഫ് ആക്ടിങ് അല്ലേ പുള്ളിയുടെ. കാരണം ബാലവർഗീസാണ് ഫുൾ ടൈം ആയിട്ട് ഓണായിട്ട് ഇതിനകത്ത് ഹീറോ വേഷം. ഈ നമ്മുടെ അർജുൻ എന്ന് പറയുന്നത് ഗസ്റ്റ് അപ്പിയറൻസ് ആണ്, അധികം സീക്വൻസ് ഇല്ല. ക്ലൈമാക്സിലൊക്കെ ആദ്യ ക്ലൈമാക്സിന്റെ പകുതിയിലാണ് വന്നത്, ഇന്റർവെല്ലിലാണ് വന്നത്. അത് ഇന്റർവെല് വരെ കൊണ്ടുപോകുന്നത് നമ്മുടെ മറ്റേ ബാലവർഗീസ് സെന്ററാണ്. കാരണം അത്രയും ബാലവർഗീസ് സെന്ററിന് മുമ്പ് നമ്മള് മറ്റേ ഉർവശി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, ഉർവശിയായിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു, മറ്റേ ഒരു ഭക്തി സന്തോഷമായിട്ട്. അപ്പൊ ആ സിനിമയ്ക്കൊക്കെ ശേഷം നല്ലൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രീസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പോയിക്കൊണ്ടിരിക്കുന്ന പടം ആ ജോണറിൽ. ആ ഒരു ലൈനും ആ കീപ്പപ്പ് ഒക്കെ ഗംഭീരം. പിന്നെ ഇതിൽ ചിരിച്ചിരിച്ച് കണ്ണപ്പിയ സീക്വൻസ് തന്നെ രഞ്ജി പഠിക്കേണ്ട ഒരു ബ്ലോഗ് പിടിക്കുന്ന സംഭവമുണ്ട്, ഡോക്യുമെന്ററി. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പ്രേമത്തിന് ശേഷം രഞ്ജി പടിക്കർ കോമഡി ചെയ്യും. അനശ്വര ഉഗ്രനായിട്ടുണ്ട്, കലക്കി പൊളിച്ചെന്ന് തന്നെ പറയാം. 6 ആടുകയെന്നു അനശ്വര. കാരണം അനശ്വരയുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കെട്ടിലോസ്റ്റി ഫൈറ്റാണ്, ഒരു രക്ഷയില്ല. നമുക്ക് കണ്ണീന്ന് തീപ്പിരി പാറും. രജനീകാന്തിന്റെ ഒക്കെ ഫൈറ്റ് ആണോ തോന്നുന്നു അനശ്വരയുടെ ഫൈറ്റ്. കണ്ടപ്പോ കെട്ടിപ്പിടിക്കണം തോന്നി. പെർഫോമൻസ് കണ്ടപ്പോഴേ കെട്ടിപ്പിടിക്കണം തോന്നി.